Very good morning, guys. In the നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് പാലാരിവട്ടത്തുള്ള സാംസങ്ങിന്റെ ഷോറൂമിലാണ്. അവിടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോട്ട് 20, അതായത് സാംസങ് നോട്ട് 20 ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ആവാറായി. അതായത് August 15 ഈ ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്തത്. ഇന്നാണ് അതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ August 15 തന്നെ നമ്മൾ ഫോൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡെലിവറി, അതായത് പാലാരിവട്ടത്തെ സാംസങ് ഷോറൂമിന്റെ ഫസ്റ്റ് ഡെലിവറി നമ്മളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഷോറൂം ടൈം എന്ന് പറയുന്നത് 10 o'clock ആണ്. അപ്പൊ അവര് നമുക്ക് വേണ്ടി ഒരു 9:30 ഷോറൂം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ സമയം 9:10 ആയി. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എടപ്പള്ളി എത്താറായി. ഇനിയിപ്പോ നമുക്ക് നേരെ അവിടെ ചെല്ലാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ യൂട്യൂബിൽ കണ്ടായിരുന്നു. ഇതിന്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവര് ഡെമോ ഫോണൊക്കെ വെച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അൺബോക്സിങ് നമ്മളായിട്ട് ചെയ്യുന്നില്ല. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു നോട്ട് 9 ആണ്. അത് ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലം തികച്ചില്ല അതിനു മുമ്പ് ആ ഫോൺ പോയി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ യൂട്യൂബിൽ പല യൂട്യൂബേഴ്സിന്റെയും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ അണ്ടർ വാട്ടർ വീഡിയോ ഒക്കെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടു. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഒരു അണ്ടർ വാട്ടർ വീഡിയോ. അത് ജസ്റ്റ് ഒരു നമ്മുടെ അക്വേറിയത്തില് ഒരു ഗോൾഡ് ഫിഷിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. സംഭവം വെള്ളം കയറി അടിച്ചുപോയി. അപ്പൊ ഞാൻ സാംസങ്ങിന്റെ ഷോറൂമിൽ ചെന്നു. അപ്പൊ അവര് പറഞ്ഞത്, സർ, സാംസങ് ഒരിക്കലും ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടില്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് സാറ് തന്നെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് നന്നാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി, ശരി നന്നാക്കാം. അപ്പോൾ അതിന്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ 47,000 rupees ആണ് എസ്റ്റിമേറ്റ് വന്നത്. ഡിസ്പ്ലേ, ബോർഡ്, ബാറ്ററി, അങ്ങനെ കംപ്ലീറ്റ് സാധനം പോയി. അപ്പോൾ അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ നമ്മൾ പല യൂട്യൂബേഴ്സിന്റെ പല കാര്യങ്ങൾ കണ്ടിട്ട് പറ്റിയതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ബ്രദർ തന്നെയാണ്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കസ്റ്റം ക്രിയേറ്ററിന്റെ പല വീഡിയോസിലും ഞങ്ങൾ ഒന്നിച്ചാണ് വീഡിയോസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ 2 ഫോണാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 സാംസങ്ങിന്റെ നോട്ട് 20 അൾട്ര 2 ഫോൺ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവിടെ ചെല്ലാം. ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് നോക്കാം. നമ്മൾ സാംസങ്ങിന്റെ പാലാരിവട്ടത്തുള്ള സ്റ്റോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പരീത് ഉണ്ട്. നമ്മുടെ പരീതായിരിക്കും നമുക്ക് ഇന്ന് ഈ ഫോൺ അൺബോക്സ് ചെയ്തതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. സാംസങ്ങിന്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആണ്. അപ്പൊ പുള്ളി പറയുന്നതെല്ലാം നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ഫോൺ കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഇത് നമ്മൾ ഒട്ടിക്കുന്നില്ല, നമ്മുടെ പരീത് തന്നെയായിരിക്കും നമുക്ക് ഈ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പുള്ളി തന്നെ അത് പൊട്ടിക്കട്ടെ. ഇതിന്റെ കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഞാൻ തിരിച്ച് പരീതിന് തന്നെ കൊടുക്കുകയാണ്. ഓപ്പൺ ചെയ്യാം നമുക്ക്. ഞാൻ ആദ്യം ഈ ഫോൺ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഫോൺ ഒന്ന് ഓൺ ആക്കുക. കാണുന്ന സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്രയാണ് 5G. അപ്പോ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, അതിന്റെ കാര്യം നിങ്ങൾക്കറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ട് സീരീസിൽ തന്നെയുള്ള നോട്ട് 9 ആണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തത്. അത് ഒരു ഗോൾഡ് ഫിഷിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ആ ഫോൺ പോയി. അപ്പോ ഇതെന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ ഫോണിന്റെ എല്ലാം ഒരു 64 എന്താണ് അതിന് പറയുന്നത്, ഫോണിന്റെ അണ്ടർ വാട്ടർ റെസിസ്റ്റൻസ് IP68. ഈ IP68 വെച്ചിട്ട് നമുക്ക് എത്ര ടൈം, എത്ര നേരം, അതായത് എത്ര മീറ്റർ അടിയിലേക്ക് പോകാൻ പറ്റും എന്ന് പറയുന്നത്
നമുക്ക് ഈ ഫോണുള്ള നമുക്ക് IP68 നോട്ടുണ്ട് ഓൾമോസ്റ്റ് നോട്ട് 5 തുടങ്ങിയിട്ടുള്ള എല്ലാ മോഡൽസും വരുന്നുണ്ട്. അത് ഈ മോഡൽസിൽ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. വാട്ടർ പ്രൂഫ് അല്ല ഒരിക്കലും. വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് എങ്ങനെ വെള്ളത്തിൽ കുഴപ്പമില്ല. അതിന്റെ കണ്ടീഷൻ കമ്പനി പറയുന്നത് എല്ലാ വാട്ടർ റെസിസ്റ്റന്റും അങ്ങനെ തന്നെയാണ്. 1.5 മീറ്ററും 30 മിനിറ്റും അതാണ് കണ്ടീഷൻ പറയുന്നത്. അതിന്റെ താഴത്തേക്ക് കൂടുതൽ ടൈം അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറും. ഈ വെള്ളം കയറുന്നതിനൊന്നും കമ്പനി വാറണ്ടി ഒന്നും പറയില്ല. അത് ആ IP68 കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്ന മാനദണ്ഡങ്ങളാണ് ഈ പറഞ്ഞ സംഗതി. അപ്പോ അതാണ് എന്റെ ഫോണിന് നേരത്തെ സംഭവിച്ചത്. ഞാൻ യൂട്യൂബില് പല വീഡിയോസും കണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബിൽ കണ്ട വീഡിയോസില് പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് വാട്ടർ, അതായത് സ്വിമ്മിംഗ് പൂളിന്റെ അടിയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഡെപ്ത് ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ ഫോൺ നഷ്ടമായത്. അപ്പോൾ സാംസങ് ഒരിക്കലും പറയുന്നില്ല ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല. ഇൻ കേസ് ഇത് വെള്ളത്തിൽ പോയി ഇതിന്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അതിന് സാംസങ് യാതൊരുവിധ ഗ്യാരണ്ടിയും കൊടുക്കുന്നില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കാശ് കൊടുത്ത് ചെയ്യേണ്ടി വരും. അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫോണിന്റെ കാശ് തന്നെ വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ബാക്കി എന്തൊക്കെയാണ് ഇതിന്റെ സിസ്റ്റം സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ പാർട്ട് പറയാം. ഡിസൈൻ പാർട്ട് എന്ന് പറയുമ്പോൾ സ്ക്രീൻ സൈസ് പറയുമ്പോൾ ഏറ്റവും വലുത് നമുക്ക് സ്ക്രീൻ സൈസ് നമ്മൾ കയ്യിൽ ഹാൻഡിൽ ചെയ്യാനും കൊണ്ടെടുക്കാനും ഒരു സൈസും കംഫർട്ടബിളും നമുക്ക് ഇത് വേണം. 6.9 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്. 6.9 ഇഞ്ച് WQHD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് നമുക്ക് 8K റെസൊല്യൂഷനിലാണ് ഈ ഫോണിന്റെ ഡിസ്പ്ലേ റെസൊല്യൂഷനിൽ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 7 എന്ന് പറയുമ്പോൾ നമുക്ക് 2 മീറ്ററിന്റെ മേളിൽ വീണാലും പൊട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ടഫർ ഗ്ലാസ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് ബാക്കിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാക്കിലും പോർഷനിലും ആ ഗ്ലാസ് ആണ്. ഈ ക്യാമറ പോർഷൻ നമുക്ക് ക്യാമറയ്ക്ക് എവിടെയെങ്കിലും വച്ചാലും സ്ക്രാച്ചസ് ആവാൻ സാധ്യതയൊക്കെ ഉണ്ട്. എവിടെയും തട്ടേ പൊട്ടേ നമുക്ക് ഇത്രയും പ്രൊജക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പൊട്ടാനുള്ള സാധ്യത ഉണ്ടെന്നോ. അത് പൊട്ടാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് ആ ഒരു ടഫറും ഈ ക്യാമറ ഗ്ലാസ്സിന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ക്യാമറ നോർമലി നമുക്ക് ഇതില് മെയിൻ അൾട്രാ വൈഡ് വരുന്നത് 108 മെഗാ പിക്സലാണ്. 108 മെഗാ പിക്സൽ ഞാൻ സാറൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. 50x സൂമിംഗ് ഉണ്ട്. 50x സൂമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് സൂമിംഗ് നമുക്ക് ഇതിൽ 3 ഓപ്ഷനാണ് വരുന്നത്. ഇത് നോർമൽ ക്യാമറ മോഡ്സ് ആണ്. ഇത് വരുമ്പോൾ ടെലിഫോട്ടോ ലെൻസ് ആണ്. നമുക്ക് ക്യാമറയിൽ തന്നെ സൂം ചെയ്യാതെ തന്നെ നമുക്ക് ടെലിഫോട്ടോ ലെൻസിൽ നമുക്ക് 5x വരെ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും. പിന്നെ അതല്ല നമുക്ക് 50x വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. 10x 20x 50x എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി തന്നെ നമുക്ക് കൈ ആയതുകൊണ്ടാണ് കുറച്ച് ഷേക്ക് ആവുന്നത്. നമുക്ക് ട്രൈപോഡൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി തന്നെ നമുക്കത് കിട്ടും. സിംഗിൾ ടൈപ്പ് മോഡുണ്ട്. സിംഗിൾ ടൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാർട്ടിയിലോ അല്ലെങ്കിൽ വിവാഹ പാർട്ടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയിലെ സംഗതിയൊക്കെ പോകുമ്പോൾ കുറച്ച് നമ്മൾ ഒരു 10 മിനിറ്റിന്റെ സംഗതിയൊക്കെ വരും. താലിയുടെ സമയത്ത് അതൊക്കെ ഒരു നിസ്സാര സമയം ഉണ്ടാവും. സിംഗിൾ ടൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞാൽ ആ ഒരു സിംഗിൾ ടൈക്കിൽ തന്നെ നമുക്ക് ഒരു 10 ഫോട്ടോസും 4 വീഡിയോസ് ആയിട്ട് കിട്ടും. അത് ചിലപ്പോൾ വൈഡ് ആംഗിളിൽ പല ആംഗിളിൽ കിട്ടും. ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇതല്ലേ നമ്മൾ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കുറച്ച് ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. നമ്മൊരു മൂവ്മെന്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ കുറെ ആൾക്കാർ നടന്നു പോകുന്ന സംഗതി, ഒരു താലിയുടെ സംഗതി, അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, കുറെ ആൾക്കാർ നിങ്ങളുടെ ഫംഗ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 4 വീഡിയോസ്, ഇപ്പൊ നിലവിൽ 2 വീഡിയോസ് ആണ് ഇതിന്റെ തന്നേക്കുന്നത്. 3 ഫോട്ടോസ് ആണ്. ആ മൂവ്മെന്റൽ ഐറ്റംസിൽ എടുക്കുമ്പോഴാണ് 10 ഫോട്ടോസും 4 വീഡിയോസ് ആയിട്ട് വരിക. നമ്മ ഒറ്റ ഇത് എടുത്തിട്ടുള്ളൂ. ഇതൊരു ഫോട്ടോ ആയിട്ട് നമുക്ക് നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചില ആ നിമിഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് ആ 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ അകത്തുനിന്ന് ഫോട്ടോസ് എടുക്കാം ഒറ്റ ക്ലിക്കിൽ അല്ലേ. നമ്മൊരു വീഡിയോ നേരത്തെ ഒരു 10 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. നമുക്ക് നടക്കുമ്പോഴൊക്കെ നമുക്ക് സൗണ്ട് ഉണ്ടല്ലോ, പല ഡ്രം സെറ്റ്, പല പിയാനോ, അങ്ങനെ പല സംഗതി നമ്മ വായിക്കാറുണ്ട് സ്റ്റേജിൽ നിന്ന്. അപ്പൊ ഒരു പേഴ്സണിലേക്ക് നമുക്ക് സൂം ചെയ്യാം. സൂം ചെയ്യുമ്പോൾ ആ ഒരു മ്യൂസിക് മാത്രമായിട്ട് ഇതിന്റെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സൂമിംഗ് മൈക്ക് എന്ന് പറയുന്ന സംഭവമാണ്. സൂം ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സന്റെ സൗണ്ട് മാത്രമായിട്ട് തന്നെ മൈക്കിന്റെ ഒരു ചിഹ്നം കണ്ടില്ലേ, മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് പല ടൈപ്പ് ആണെങ്കിലും നമുക്ക് വേറൊരു പോർഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ സംസാരിക്കും. ഇപ്പൊ ഒരു 4-5 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ സൗണ്ട് മാത്രമായിട്ട് നമുക്ക് സൂം ചെയ്തിട്ട് ഇന്നത്തെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന വീഡിയോയില് ഈ ഷോറൂമിന്റെ അകത്തുള്ള എല്ലാവരുടെയും സംസാരവും സൗണ്ട്സ് എല്ലാം ഇപ്പൊ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. ഈ ഫോണില് ആ ഒരു ഫീച്ചർ ഉള്ള കാരണം ആ ഒരു പേഴ്സണിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ പേഴ്സന്റെ സൗണ്ട് മാത്രമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും.
പിന്നെ ക്യാമറ നെക്സ്റ്റ് വരുന്നത് ക്യാമറ മോഡ്സ് ആണ് വരുന്നത്. ക്യാമറ മോഡ്സിൽ പ്രോ എഡിറ്റിംഗ് മോഡാണ്. നമ്മൾ നോർമലി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇതിന് പ്രോ ലെവൽ നമുക്ക് DSLR ലെവലിൽ നമുക്ക് ഇത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പ്രോ മോഡ്സ് എന്ന് പറയുമ്പോൾ പ്രോ മോഡ്സ് ഞാൻ എടുത്തു. ഇതിന്റെ തന്നെ വൈറ്റ് ബാലൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓട്ടോ എല്ലാം ഇതിന്റെ തന്നെ വരുന്നുണ്ട്. അടുത്തത് പറയാൻ വെച്ചാൽ പനോരമ ഷോട്ട് നോർമലി എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. പനോരമ ഷോട്ട് എന്ന് പറയുമ്പോൾ ഫുഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമായിട്ട് നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ഉണ്ടാവും. ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റത് ആ ഫുഡ് ഫുള്ള് ബ്ലറായിരിക്കും. ആ ഒരു റൗണ്ട് ഷേഡ് ഉണ്ട്. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഫുഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ കുറെ സംഗതിക്കൊക്കെ ഫുഡിന്റെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുണ്ട്. ആ ഫുഡിന് അത് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലൈവ് ഫോക്കസ് നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ ഒരു അമേസിംഗ് ഇതാണ്. നൈറ്റ് മോഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ആയിട്ട് പാർക്കിംഗ് ബീച്ചിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു നൈറ്റ് വ്യൂവിൽ ഫോട്ടോ എടുക്കുന്നതുണ്ട്. നമ്മൾ നൈറ്റ് കണ്ടീഷനിൽ നമ്മൾ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും നൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ. മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒറ്റ വേരിയന്റ് ആണ് ഇന്ത്യയിൽ വരുന്ന 5G എഡിഷനിൽ ഫസ്റ്റ് മോഡലാണ്. നമുക്ക് 5G നിലവിൽ 4G ആണ്. 4G പ്ലസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് 5G നമുക്ക് ആദ്യം വരുന്ന ഫോണാണ് Note20 Ultra വരുന്നത്. ഇത് നമുക്ക് ഒറ്റ വേരിയന്റാ വരുന്നത്. 12GB റാം വരുന്നുണ്ട്. 12GB റാമും 256GB ആണ് വരുന്നത്. 256GB നമുക്ക് എക്സ്പാൻഡബിളും ചെയ്യാം. അപ് ടു 1TB വരെ എക്സ്പാൻഡബിൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ 1TB മെമ്മറി കാർഡ് ഇതിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഹാങ്ങിന്റെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. നിലവിൽ അങ്ങനെ വരില്ല. 1TB വരെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നിലവിൽ 1TB 1.5TB വന്നിട്ടില്ല. മെമ്മറി കാർഡൊന്നും നമുക്ക് 1.5TB എക്സ്പാൻഡബിൾ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഹൈബ്രിഡ് സ്ലോട്ടാണ്. ഡുവൽ സിം ഉപയോഗിക്കാം. അല്ലെങ്കിൽ സിം ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് അമേസിംഗ് ആയിട്ട് ഇതിനകത്ത് വരുന്നത് ഇതിന്റെ സ്പെന്നാണ്. സ്പെൻ വരുന്ന നോട്ട് സീരീസിൽ നമുക്ക് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നേരത്തെ ഉണ്ടായതിനൊക്കെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ പെൻ ചെയ്യല് ലൈവായിട്ട് നമ്മൾ പെന്നിൽ എഴുതുമ്പോൾ ആ ഒരു സൗണ്ടും ഇതിനകത്ത് കിട്ടും. ആ ഒരു സൗണ്ടും ഇതിൻ്റെ നമുക്ക് റൈറ്റ് ചെയ്യുമ്പോൾ സാധാ ഒരു പെന്നിന്റെ റൈറ്റിങ്ങിന്റെ ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള സംഗതി നമുക്ക് ഈ പെന്നിൽ കൊണ്ടിട്ടുണ്ട്. ഇത് ഡിജിറ്റലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാംസങ് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ഇത് ജസ്റ്റ് കൺവേർട്ട് ടൈപ്പ് ചെയ്ത് ഫുള്ള് നമുക്ക് ആ ഒരു ടൈപ്പിലേക്ക്. ഇതിപ്പോ ഒരു പേജ് ഞാനൊരു ജസ്റ്റ് എഴുതിയിട്ടുള്ളത് ഫുള്ള് നമുക്ക് അതുകൊണ്ട് എഴുതിയിട്ട് ഒറ്റ തവണ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഫുള്ള് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് ആണ്. അപ്പൊ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് എല്ലാം നമുക്ക് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് അതിങ്ങനെ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലാക്കാൻ പറ്റും. പല ടൈപ്പ് ആൾക്കാരൊക്കെ വെച്ചിട്ട് ഫേസ്ബുക്കിൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു കസ്റ്റമർ ഉണ്ടാവും. അതൊക്കെ ഒരുപാട് ഇങ്ങനെ എഴുതും, അങ്ങനെ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവരൊരു പെട്ടെന്ന് എഴുതാനാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. എഴുതിയിട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്താൽ ഫുള്ള് നമുക്ക് ആ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് അവിടെ തന്നെ ഷെയർ ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. സേവ് നോട്ട് ലോക്ക് എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. നമുക്ക് പെന്നിലൊരു സ്വിച്ച് ഉണ്ട്. ഇതിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ക്യാമറ ഓപ്പൺ ആവും. ക്യാമറ ഓപ്പൺ ആവും. ഇതിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ഫ്രണ്ട് ക്യാമറ ആവും. ക്ലിക്ക് ചെയ്യാണ്ട് സ്വൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് സ്വൈപ്പ് ചെയ്തതിന് ബാക്ക് ക്യാമറ ആവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഫോട്ടോ ആവും. ഇതൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് എയർ ഗസസ് ഉണ്ട്. എയർ ഗസസിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം, മോഡലിലേക്ക് പോവാം. ഇതിൽ തന്നെ നമുക്ക് തൊടാതെ തന്നെ ചെയ്യാം. പിന്നെ ഈ ഫോൺ അതല്ലാതെ എയർ ഗസസിൽ കുറച്ച് ഫീച്ചർ ഉണ്ട്. സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി, സ്ക്രീൻഷോട്ട് ആവും. ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ സ്ക്രീൻഷോട്ട് ആവും. അത് ഞാൻ 4 ഓപ്ഷൻസ് ഇതിൽ തന്നെ കാണിക്കുന്നു. ഇവിടെ തന്നെ ഷെയർ ചെയ്യാം, ഇവിടെ തന്നെ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഓപ്ഷൻ ഈ പെണ്ണെടുത്തിട്ട് ഇത് നമുക്ക് ഇതിലാദ്യമായിട്ടാണ് കൊണ്ടുവന്ന് നമുക്ക് ഈ പെണ്ണുണ്ടല്ലോ ബാക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ ബാക്ക് പോകും, ഇങ്ങനെ കാണിച്ചാൽ ഹോമിലേക്ക് പോകും. എയർ പെന്നിന്റെ ആക്ഷൻസ് ആണ് ഈ കാണിക്കുന്നത്. ആ മൂവ്മെന്റിൽ ചെയ്താൽ ഈ കാണിക്കുന്ന പോലെ ചേഞ്ചസ് വരും. അതിപ്പോ എങ്ങനെ പോയാലും നമ്മൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എങ്ങനെ പോയാലും നമുക്ക് ബാക്കോ ഹോമോ കാണിക്കും. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ ഇതിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പെൻ വെച്ചിട്ട് നമുക്ക് ഒരു 90% ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി വരുമ്പോൾ അമേസിംഗ് സൗണ്ടാണ്, ഡോൾബി സൗണ്ടാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് റിമോട്ടിൽ ഈ പെന്നെ നമുക്ക് സൗണ്ട് വോളിയം അപ്പ് ആക്കാനും ഡൗൺ ആക്കാനും നമുക്ക് ഇതിനകത്ത് പറ്റും. ഡൗൺ ആക്കാനും സ്വൈപ്പ് ചെയ്താൽ മതി.
ഇത് നമുക്ക് റിമോട്ട് പോലെ നമുക്ക് ദൂരെ എന്നിട്ട് ഒരു ടിവിയുടെ റിമോട്ട് പോലെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാം. ജസ്റ്റ് അപ്പാക്കാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പോസ് ആക്കാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത പോസ് ആവും. പ്ലേ കൊടുക്കാം. നെക്സ്റ്റ് സ്വൈപ്പ് ചെയ്താൽ നെക്സ്റ്റ് ആവും. നെക്സ്റ്റ് അപ്പൊ ഫോണുമ്പോ തൊടണ്ട, ഫോണാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഫോണിലെ കണ്ടന്റ് കംപ്ലീറ്റ് നമുക്ക് അതിന്റെ സെറ്റ് ആക്കാവുന്ന ഒരു സംഭവമാണ് സെറ്റാക്കുന്നത്. ഇതിൽ നമുക്ക് അല്ലാതെ തന്നെ ടച്ച് പാഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ നമുക്ക് മറ്റേ മോണിറ്ററായിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് കീപാഡ് പോലെ ടച്ച് പാഡായിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ടച്ച് പാഡിലേക്ക് മാറി. ഇതിൽ തന്നെ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടില്ലേ മൗസിന്റെ ഡബിൾ ടാപ്പ് ചെയ്യാം. മൗസ് പാഡായിട്ടും മറ്റത് മോണിറ്ററായിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഏതൊരു മോണിറ്ററും നമുക്ക് കമ്പ്യൂട്ടർ പോലെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. സ്മാർട്ട് ആയാൽ മതി, സ്മാർട്ട് ടി വി ആയാൽ മതി. ഞാനിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതും നമുക്ക് മോസ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ഒരു ഫോണെന്ന് ഉപരി നമുക്ക് നോർമലി ക്യാമറ ഫോട്ടോ കാര്യങ്ങൾ എടുക്കാവുന്ന ഉപരിയായിട്ട് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും. എത്രയും പൈസ നമ്മൾ സാധാരണ വാങ്ങിച്ചിട്ട് അത് നമുക്ക് യൂസ്ഫുൾ ആവും. നോർമലി ഫോട്ടോ എടുക്കലോ അതൊരു വീഡിയോ കാണുമ്പോൾ മാത്രമല്ല ഫോണിന്റെ ജോലി. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വർക്ക് അറ്റ് ഹോമാണ്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ആ ഫോൺ പറ്റും എന്നുള്ള രീതിയിലാണ് സാംസങ് നോട്ട്20 അൾട്രാ 5G നമുക്ക് ഫോണൊന്ന് കൊണ്ടുവന്നിട്ട് ബെസ്റ്റ് ഫോണാണ്. ആ ഫോണിന് നമുക്ക് ആ വാല്യൂ കൊടുക്കാൻ അതിനൊരു എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കിട്ടുന്നതുകൊണ്ട് ഈ സാധനം ഞാൻ കസ്റ്റമറിന് കൊടുക്കണം. ആ സാധാരണ അനുഭവം പറയാം.